ഉത്തർപ്രദേശിലെ മുസഫർനഗർ എന്ന ഗ്രാമത്തിൽ 8 ഏക്കറോളം കൃഷിഭൂമിയിൽ സന്തോഷകരമായി സമാധാനത്തോടെ ജീവിക്കുകയായിരുന്നു മണ്ഡൽ എന്ന 54 വയസ്സുള്ള കൃഷിക്കാരനും അദ്ദേഹത്തിന്റെ ഭാര്യ 50 വയസ്സുള്ള മധുവും 22കാരി മകളും. വളരെ സന്തോഷകരമായിരുന്നു അവരുടെ കുടുംബജീവിതം. മകൾക്ക് വിവാഹ പ്രായമായി. വിവാഹാലോചനകൾ നോക്കുന്ന സമയമാണ്. അങ്ങനെ ഇരിക്കെ ഒരു വിവാഹം ശരിയാവുന്നു. തൊട്ടപ്പുറത്തെ ഗ്രാമത്തിലെ രാജേന്ദർ എന്ന യുവാവായിരുന്നു വരൻ. 20 ഏക്കറോളം കൃഷിഭൂമിയുള്ള വളരെ സമ്പന്നമായ ഒരു കുടുംബത്തിലെ അംഗമായിരുന്നു രാജേന്ദർ. യുവതി യുവാക്കൾ പരസ്പരം കണ്ടു. ഏകദേശം 2020 ഓഗസ്റ്റ് 16-ന് വിവാഹം നിശ്ചയിച്ചു. എന്നാൽ ആ വിവാഹം 2 കുടുംബങ്ങളുടെ വലിയ തകർച്ചയിലേക്കുള്ള ആരംഭം മാത്രമായിരുന്നു എന്ന് പിന്നീടാണ് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിച്ചത്. എന്തായിരുന്നു ആ കുടുംബത്തിൽ സംഭവിച്ചത്? എന്താണ് രാജേന്ദ്രന് സംഭവിച്ചത്? എന്തായിരുന്നു കർഷകന്റെ കുടുംബത്തിന് സംഭവിച്ചത്? നമുക്ക് വിശദമായി നോക്കാം. ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ മണ്ഡലിന്റെ വീട്ടിൽ വിവാഹ ഒരുക്കങ്ങൾ തകൃതി നടക്കുകയാണ്. മണ്ഡലിന്റെ മകൾ കൂടിയായ വധു നേഹ ഏറെ സന്തോഷവതിയാണ്. ഇതിനിടയിലാണ് വരനായ രാജേന്ദ്രനും അമ്മായിയമ്മയായ മധുവും തമ്മിൽ വിചിത്രമായ ഒരു അടുപ്പം ഉണ്ടാവുന്നത്. വധുവായ നേഹയേക്കാൾ രാജേന്ദ്രൻ ശ്രദ്ധിച്ചത് അമ്മായിയമ്മയായി വരാൻ പോകുന്ന മധുവിനെയായിരുന്നു. മധുവാകട്ടെ മരുമകനായി വരാൻ പോകുന്ന രാജേന്ദ്രനെ ഒരു പ്രണയിതാവായി കാണുകയും ചെയ്തു. അങ്ങനെ ഇരിക്കണേ ജൂലൈ 16-ന് വിവാഹത്തിന് ആവശ്യമായ തുണിത്തരങ്ങൾ എടുക്കാൻ വേണ്ടി രാജേന്ദ്രനും കുടുംബവും മണ്ഡലിന്റെ കുടുംബവുമായി ചേർന്ന് ഒരു വലിയൊരു ഷോപ്പിങ്ങിന് പോകാൻ തീരുമാനിക്കുന്നു. ഈ അവസരത്തിൽ നേഹയുടെ മാതാവ് കൂടിയായ മധു പറഞ്ഞത് തനിക്ക് വയറിന് തീരെ സുഖമില്ലെന്നും അതുകൊണ്ട് താൻ വരുന്നില്ലെന്ന് ഈ പരിപാടിയിൽ നിന്ന് മാറി നിന്നു. അങ്ങനെ മധുവിനെ കൂടാതെ എല്ലാവരും ചേർന്ന് ഷോപ്പിങ്ങിന് 3 കാറുകളിലായി പുറപ്പെട്ട് കുറച്ചു ദൂരം ചെന്നപ്പോൾ താൻ പണവും മൊബൈലും എടുക്കാൻ മറന്നെന്ന് പറഞ്ഞ് രാജേന്ദർ അദ്ദേഹത്തിന്റെ വാഹനം തിരിച്ച് മണ്ഡലിന്റെ വീട്ടിലേക്ക് വിട്ടു. അമ്മായിയമ്മായി വരാൻ പോകുന്ന മധുവിനെ കാണുക എന്നതായിരുന്നു രാജേന്ദ്രന്റെ ഉദ്ദേശം. അങ്ങനെ മണ്ഡലിന്റെ വീട്ടിലെത്തിയ രാജേന്ദർ മധുവിനെ കണ്ടു. എല്ലാ അതിരുകളും ലംഘിച്ചുള്ള അവരുടെ ബന്ധം അവിടെ ആരംഭിച്ചു. അങ്ങനെ ആ ദിവസം വന്നെത്തി. ഓഗസ്റ്റ് 16. ഇന്നാണ് നേഹയുടെയും രാജേന്ദ്രന്റെയും വിവാഹം. എല്ലാവരുടെയും ആശീർവാദത്തോടെ രാജേന്ദ്രൻ നേഹയെ താലിചാർത്തി. എന്നാൽ വിധിയുടെ തിരക്കഥ മറ്റൊന്നായിരുന്നു. മകളായ നേഹയ്ക്ക് വീട് വിട്ടു നിൽക്കാൻ പ്രയാസമാണെന്നും അതുകൊണ്ട് മകനും മരുമകളും തന്റെ വീട്ടിൽ നിൽക്കണമെന്നുമായിരുന്നു മധു രാജേന്ദ്രന്റെ മാതാപിതാക്കളോട് ആവശ്യപ്പെട്ടത്. രാജേന്ദ്രൻ ഈ ആവശ്യത്തെ എതിർത്തതുമില്ല. അങ്ങനെ അന്നു മുതൽ രാജേന്ദ്രൻ മധുവിന്റെ വീട്ടിൽ താമസം തുടങ്ങി. അന്നു മുതൽ ആ വീട്ടിൽ നടന്നത് അവിഹിതമായ പല കാര്യങ്ങളുമായിരുന്നു. പതിയെ മധുവിന്റെ ഭർത്താവായ 54കാരൻ മണ്ഡലിന് ചില സംശയങ്ങളൊക്കെ തന്റെ ഭാര്യയെ കുറിച്ച് തോന്നി തുടങ്ങി. സ്വന്തം ഭർത്താവുമായി അടുത്ത് പെരുമാറുന്നതിൽ നിന്ന് അമ്മ തന്നെ കാരണമില്ലാതെ വിലക്കുന്നതും പലപ്പോഴും മധുവും രാജേന്ദ്രനും തമ്മിലുള്ള അടുപ്പം വളരെയേറെ ക്ലോസ് ആയി നിൽക്കുന്നതും നേഹയിൽ സ്വാഭാവികമായിട്ടും സംശയങ്ങൾ ഉണ്ടാക്കി. ഒടുവിൽ ആ രാത്രി വന്നെത്തി. പെട്ടെന്ന് ഉറക്കത്തിൽ എണീറ്റ നേഹ തൊട്ടടുത്ത് ഭർത്താവിനെ പ്രതീക്ഷിച്ച് നോക്കിയപ്പോൾ അദ്ദേഹത്തെ അവിടെ കാണുന്നില്ല. തുടർന്ന് നേഹ അച്ഛനായ മണ്ഡലിന്റെ മുറിയിൽ നോക്കി. അവിടെയും രാജേന്ദ്രനില്ല. അതിനുശേഷം അമ്മയായ മധുവിന്റെ മുറിയിൽ നോക്കി. അവിടെയും മധുവുമില്ല, രാജേന്ദ്രനുമില്ല. അങ്ങനെ ഇരിക്കണേ പെട്ടെന്നൊരു സംശയം തോന്നിയപ്പോൾ നേഹ പോയി അലമാര തുറന്നു നോക്കി. അലമാര തുറന്നു നോക്കിയപ്പോൾ നേഹ സത്യത്തിൽ ഞെട്ടിപ്പോയി. അലമാരയിൽ ഉണ്ടായിരുന്ന ഏകദേശം 2 ലക്ഷം രൂപയും സ്വർണത്തിന്റെ ഉരുപ്പടികളും നഷ്ടപ്പെട്ടിരിക്കുന്നു.
തന്റെ ഭർത്താവും മാതാവും ചേർന്ന് ഒളിച്ചോടിപ്പോയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം സാധാരണ പെൺകുട്ടിക്ക് താങ്ങാവുന്നതിന്റെ അപ്പുറമായിരുന്നു അത്. പിന്നീട് അന്വേഷണത്തിന്റെ നാളുകളായിരുന്നു. ഇതിനോടകം തന്നെ രാജേന്ദ്രന്റെ പിതാവ് മണ്ഡലിന്റെ വീട്ടിലെത്തി മണ്ഡലിനോട് വലിയ രീതിയിൽ ബഹളം വെച്ചു. തങ്ങളുടെ അറിവോ സമ്മതവും ഇല്ലാതെ മകനായ രാജേന്ദ്രനെ മണ്ഡലും കുടുംബവും ചേർന്ന് വിദേശത്തേക്ക് കടത്തി എന്നായിരുന്നു രാജേന്ദ്രന്റെ പിതാവിന്റെ പരാതി. തുടർന്ന് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ പോലീസിൽ ഒരു പരാതിയും നൽകി. നീണ്ട 10 മാസത്തിന് ശേഷം, അതായത് 2021 ജൂൺ 10 പോലീസിന് നിർണായകമായ ഒരു വിവരം ലഭിച്ചു. രാജേന്ദ്രൻ തന്റെ ID കാർഡ് ഉപയോഗിച്ചെടുത്ത പുതിയ സിം ആയിരുന്നു ഈ വിവരം ലഭിക്കാനുള്ള ഒരു സോഴ്സായി മാറിയത്. നേഹയുടെ ഗ്രാമമായ മുസഫർ നഗറിൽ നിന്ന് വെറും 19 കിലോമീറ്റർ അപ്പുറമുള്ള ഒരു ഗ്രാമത്തിൽ നേഹയുടെ മാതാവും നേഹയുടെ ഭർത്താവും ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിതം ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. അങ്ങനെ നേഹയുടെ മാതാവായ മധുവിന് ഗർഭത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടതോടെ ഡോക്ടറെ കാണിക്കാൻ രാജേന്ദ്രനും മധുവും ഹോസ്പിറ്റലിൽ പോയ സമയത്ത് പോലീസ് അവരെ പിടികൂടി. അങ്ങനെ എല്ലാ ബന്ധുക്കളെയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി. അങ്ങനെ നീണ്ട 10 മാസങ്ങൾക്ക് ശേഷം എല്ലാ ബന്ധുക്കളും മധുവിനെയും രാജേന്ദ്രനെയും കണ്ടുമുട്ടുകയാണ്. അവിടെ വെച്ച് ഇരുവരെയും കണ്ടുമുട്ടുമ്പോൾ മണ്ഡലിനും മകളായ നേഹയ്ക്കും നഷ്ടപ്പെട്ടത് സ്വന്തം ജീവിതമായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് പോലീസ് ഇരുവരോടും ഒരു കാര്യം ചോദിച്ചത്: ഇവരെ നിങ്ങൾക്ക് തിരികെ വേണമോ? അപ്പോഴാണ് മണ്ഡൽ എന്ന കർഷകൻ പറഞ്ഞത്, എനിക്ക് ഇവരെ ഭാര്യയായിക്കൊണ്ട് ഇനി വേണ്ട. മകളായ നേഹ പറഞ്ഞത് മറ്റൊന്നുമല്ലായിരുന്നു, സ്വന്തം അമ്മയെ കൊണ്ടുപോയി ഗർഭിണിയാക്കിയ ഇവനെ ഭർത്താവായി സ്വീകരിക്കുന്നതിലും നല്ലത് തൂങ്ങിച്ചാവലാണെന്ന് നേഹ മുഖത്തു നോക്കി പോലീസുകാരോട് പറഞ്ഞു. നിയമ നടപടികൾക്ക് ശേഷം മധുവും രാജേന്ദ്രനും ജാമ്യം നേടി. സ്വന്തം കുടുംബത്തെയും മക്കളെയും ഉപേക്ഷിച്ചുകൊണ്ട് സമൂഹത്തിന് മുന്നിൽ തല കുനിച്ചുകൊണ്ട് അവർ അവരുടെ വഴിക്ക് പോയി. മുസഫർ നഗർ എന്ന ഗ്രാമത്തിൽ ഇന്നും ഈ സംഭവം ഒരു ഉണങ്ങാത്ത മുറിവായി നിലനിൽക്കുന്നു. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തരണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി ഒട്ടും വൈകാതെ തന്നെ കാണാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലത്തേക്ക് ഇവിടെ പറയുന്നു. നന്ദി.